സൗത്തിക്ക ഇവിടുത്തെ നമസ്കാരമാണ്. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് തന്നെ ഫിഫി ഐലൻഡിലേക്ക് പോവാണ്. യെസ്, നമ്മളത് ബീച്ച് വൈബാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം കാണാൻ. നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. സോ നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ആ വണ്ടി കയറി പോകാൻ പോവാണ്. നമുക്കിന്ന് ഇത് ഷെയറിങ് ബേസിസിലാണ്. നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും. ഇവിടെ എല്ലാം ഇങ്ങനെ വലിയ വലിയ വണ്ടികളാണ്. കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടികളാണ്. ഒരു 10 പേരെയൊക്കെ ഒരു വാൻ പോലത്തെ വലിയൊരു വണ്ടിയിലാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം ഇങ്ങനത്തെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അതല്ലാതെ ലോക്കലി ഓട്ടോ പോലത്തെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അതല്ലാതെ പിന്നെ പ്രീ ബുക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. നമുക്ക് കയ്യിലിടാനൊരു സാധനം തന്നിട്ടുണ്ട്. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഗൈഡ് വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പോകും. നമുക്കൊരു ബാൻഡ് തന്നിട്ടുണ്ട്, ഓറഞ്ച് കളർ. നമ്മുടെ ഓരോ ബോട്ടിൽ ഓരോ ബാൻഡായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് കുറേ ഗ്രൂപ്പ് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പല പല ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരുകളാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഈ ഒരു പ്ലേസിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ അവിടെ കോൺഫ്ലെക്സ് ഉണ്ട്, പാലുണ്ട്, പിന്നെ അതുപോലെ കുറേ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ കൂടുതലും സ്വീറ്റ്സിൻ്റെ സംഭവങ്ങൾ കൂടുതലായിരുന്നു. ബ്രെഡ് പോലത്തെ സംഭവങ്ങൾ, കപ്പ് കേക്ക്സ്, മഫിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറേ സാലഡ്സ്, അതുപോലെ കുറേ വാട്ടർ മെലോൺ, ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തു, ജ്യൂസൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അവിടെ പോയി എടുക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സെറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചായപ്പോഴേക്കും ഇതേ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ക്ലാസ്സിനെ കൊണ്ട് ഇരുത്തേക്കാണ്. ക്ലാസ്സല്ല, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐലൻഡ്സിലൊക്കെ പോകുമ്പോഴത്തെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ കരുതണം, എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് ഇറങ്ങേണ്ടതും, എവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. We happy our job also, everybody. So let's make today to be happy day. And so to me, all together louder than me. One more time. Good morning. Good morning. I love you. I love you. You love me? Yes. Oh, I don't believe you. Walk around the beach. Sand is very white sand, beautiful sand, about 40 or 45 minutes. And after that, we come to see Blue Lagoon. Everybody, Blue Lagoon, like this one. This one, Blue Lagoon. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. ലൈക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ 3 ഐലൻഡിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഐലൻഡാണുള്ളത് ജെയിംസ് ബോണ്ട്, ഫിഫി ഐലൻഡ്. ഫിഫി തന്നെ 2 എണ്ണം ഉണ്ടാവും. ഫിഫി ഐലൻഡ് ഇങ്ങനെ 2 ഐലൻഡിൻ്റെയും കൂടി ചേർന്നിട്ടാണ്. ഭയങ്കര ഒച്ച. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഓ, കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ ജേണി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് പിന്നിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ചാടി ചാടി ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീ സിക്നെസ് ഉണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ്. ഇപ്പം അധികം വെയിലൊന്നും അടിക്കുന്നില്ല. പിന്നെ നമ്മളെ ഈ ഒരു ബോട്ടിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് കുറച്ച് ബാൻഡ്സ് തന്നിട്ടുണ്ട്, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയൊക്കെ. അതിനകത്ത് ഓരോ ബോട്ടിലും ഓരോ ആൾക്കാരാണ്. ആൻഡ് അവർ വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോവുക. ബിക്കോസ് നമ്മൾ ഒരേ ഐലൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഐലൻഡിൽ ക്രൗഡ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെയിൽ അധികം അടിക്കുന്നില്ല, പക്ഷെ ചെറുതായിട്ട് അടിക്കും.
പോകുന്നത്. നമുക്ക് സീ സിക്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് നമുക്ക് തന്നെ കയ്യിലെടുക്കാം, നേരത്തെ തന്നെ അത് കഴിച്ചിട്ടൊക്കെ ബോട്ടിലേക്ക് കയറാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം. അപ്പോൾ തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഗൈഡ്. ആളുടെ പേര് വന്നിട്ട് യോയോ എന്നാണ്. അപ്പോൾ ആൾ ഓരോ സ്പോട്ടിലൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പോലെ ഫസ്റ്റ് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോരോ സ്പോട്ടുകളിൽ എത്തുമ്പോൾ ആൾ ഓരോന്നിനെ കുറിച്ചും അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു മെയിൻ ഗൈഡിനെ കൂടാണ്ട് വേറെ 2-3 പേരും കൂടി നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളി നമ്മൾ സേഫ് മോഡിലാണ് നമ്മൾ അവരെ ഐലൻഡ്സിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ വാട്ടറൊക്കെ കാണാനായിട്ട്. നല്ലൊരു നീല കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐലൻഡ്. ഇത് വന്നിട്ട് മങ്കി ഐലൻഡ് ആണ്. ഇവിടെ നമുക്ക് നിന്നാലും മങ്കീനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയണേ. അപ്പോൾ ആദ്യം ഞങ്ങൾ നിന്നപ്പോഴൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മങ്കി അവിടെ വന്ന് നിന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ വാച്ച് ചെയ്തൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് പോകാൻ പോകുന്നത് ഫിഫി ഐലൻഡിലേക്കാണ്. ഈ ഫിഫി ഐലൻഡ് തന്നെ 2 ഉണ്ട്, ഫിഫി ലേയും ഫിഫി ഡോണും. അതിൽ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഫിഫി ഡോണിലേക്കാണ്. അവിടെയാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വ്യൂ തന്നെയായിരുന്നു. നമ്മൾ എന്തായാലും അവിടെ നേരിട്ട് ചെന്ന് അനുഭവിക്കേണ്ട അത്രയ്ക്കും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഫിഫി ഡോൺ ഐലൻഡിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് സ്കൂബ ഡൈവിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു 22 എന്ന സ്ലോട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും സ്കൂബ ചെയ്യാൻ തീരുമാനിച്ചു. നീന്തലും സ്വിമ്മിങ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, എന്നാലും നമുക്കൊരു വൺസ് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, വൺസ് ഇൻ ലൈഫിൽ കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിപ്പോയി സ്ലോട്ടൊക്കെ എടുത്തായിരുന്നു. ആകെ ഇത്ര സ്ലോട്ടേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, 22. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി ബുക്ക് ചെയ്താലേ നമുക്കത് ചെയ്യാനുള്ളത് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത്, ഞങ്ങളുടെ ഫാമിലി വേറെ സ്ഥലത്തായിപ്പോയി. അതുകൊണ്ട് നമുക്ക് സ്കൂബ ചെയ്യുമ്പോൾ അവർ പിക്ചേഴ്സ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് തരും. അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. 1000 ബാത്ത് അത്രേ ഉണ്ടായുള്ളൂ. പക്ഷേ പെട്ടെന്ന് അവർ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണ പോലെ ഒട്ടും സമയമില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടി സ്കൂബയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അരയിലൊരു ബെൽറ്റും കെട്ടിയിട്ട് വന്നേക്കാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ നമ്മുടെ മേത്തേക്ക് ഒരു സിലിണ്ടർ തരും, ഓക്സിജൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ സ്കൂബ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അരയിലേക്ക് ഒരു ബെൽറ്റ് അവർ കെട്ടിത്തന്നു. അത് തന്നെ ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്കത് താങ്ങി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സിലിണ്ടറും കുറ്റിയും കൂടി വെച്ച് തന്നപ്പോൾ നമ്മളാകെ എന്താ പറയുക, നമുക്കത് വെയിറ്റ് താങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ഞാനും സിസ്റ്ററും കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വേറൊരു കുട്ടീനെയും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഒരു ആളുടെ ഗൈഡിൻ്റെ അടുത്തേക്ക് തന്നു. പിന്നെ അവളും വേറൊരു ഫോറിനറായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അയാളും കൂടി ഇറങ്ങാനാണ് തീരുമാനിച്ചത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ക്ലാസ് തരും. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ചെന്നിട്ട് കുറച്ച് സിമ്പിൾസ് കാണിക്കാം. നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഈ സിമ്പിൾസൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ താഴേക്ക് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രഷറായിരുന്നു ചെവിക്ക്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ താഴേക്ക് ഇങ്ങനെ ഡീപ്പായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവി മൊത്തം ഇങ്ങനെ നല്ല പെയിനായിട്ട് വേദന എടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വായിലാണെങ്കിൽ അവർ ആ ഓക്സിജൻ്റെ ആ സാധനമൊക്കെ വെച്ചിട്ട് കടിച്ചിങ്ങനെ പിടിക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് താഴേക്ക് പോയപ്പോൾ എനിക്ക് ഓക്കെ അല്ലായിരുന്നു, മേലേക്ക് പോകണം എന്ന് തന്നെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അവിടെയൊക്കെ ചെന്ന് ആ മീനിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അതൊരു വേറെ തന്നെയായിരുന്നു. നമുക്ക് അതിനെയൊക്കെ തൊടാനൊക്കെ ഇങ്ങനെ തോന്നും. അത് കൈയൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സ്കൂബ ചെയ്യുക. അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന ചാൻസസ് ഒന്നും കളയരുത്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ഇത് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആകെ ഓഫായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ വന്ന പോലെ തോന്നിയായിരുന്നു. എൻ്റെ സിസ്റ്റർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവൾ ഓക്കെ ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഒട്ടും തന്നെ കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഫുഡ് വന്നിട്ട് ഏഷ്യൻ ഫുഡ്സ് സെപ്പറേറ്റും പിന്നെ ഒരു തായ് ചൈനീസ് ഫുഡ് വേറെ രീതിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ മെയിൻ ചിക്കൻ കറി പോലത്തെ ഒരു സംഭവം, നാനും പിന്നെ നൂഡിൽസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഇവരെല്ലാവരും കഴിച്ചത്. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. നമ്മളിപ്പോഴാണ് ബീച്ച് കാണാൻ വരുന്നത് കേട്ടോ. വൈറ്റ് കളർ മണല്, നീലാകാശം. ഇവിടെ ഇങ്ങനൊരു ബ്യൂട്ടിഫുള്ളായ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങളുടെ പാരൻസൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് വീണ്ടും കയറി. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഇത്ര സമയം അവർ തരുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തിക്കൊള്ളണം. ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഡിലേ ആവും. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഐലൻഡാണ് ഫിഫി ലേ ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ ഒരു ബോട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ പേരെന്തായിരുന്നു? ടെയിൽ ബോട്ടോ അങ്ങനെ സംതിങ് ആണ്. ഇതാ അപ്പുറത്ത് കണ്ടോ, ഇതുപോലെ നമുക്ക് മുമ്പത്തൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിക്ക് ആണ് ഇവരിതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ചേച്ചി സ്കൂബ ഡൈവിങ് ചെയ്ത് ചൊരുക്കൊക്കെ എടുത്ത് ഇരിക്കുവാണ്. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പം ഞങ്ങൾ ഒരു ഫാമിലി 6 പേരും ആയതുകൊണ്ട് നമുക്ക് ഒരു ടെയിൽ ബോട്ട് അവർ തന്നായിരുന്നു. ഇപ്പോൾ കപ്പിൾസൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കപ്പിൾസിനൊക്കെ. നമ്മളിതിന് അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇത് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഒരു ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇതിനകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്, നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പായൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ ഏത് ലെവലിലാണല്ലോ നീന്തൽ അറിയാമെങ്കിൽ എന്നിട്ട് ഇറങ്ങാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയായിരുന്നു. സ്കൂബ ഡൈവിങ് ചെയ്തു ഞാൻ ആകെ ടയേർഡായി. പിന്നെ ഈ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനൊന്ന് ഓണായത്. കണ്ടോ എന്ത് അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒരുപാട് ഫോട്ടോസ് എടുക്കാം, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം. ഇവിടെ വന്നാൽ പിന്നെ ഇറങ്ങാതിരിക്കരുത്, ഇറങ്ങണം. ആൻഡ് ബീച്ച് വെയേഴ്സ് ഒക്കെ എടുത്തിട്ട് വരാം. പറ്റുവാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ്, ലൈക്ക് നമ്മൾ നനഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ബോട്ടുകാരൻ അതിലേക്ക് വിളിച്ചു. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. നോക്കി കണ്ടൊക്കെ പോകണം. കല്ലൊക്കെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ പങ്കായ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി പോകണം. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം. നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് എത്തിയൊക്കെയാണ്. ഇതിൻ്റെ പേര് മായാബേൻ എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇങ്ങനെയാട്ടോ താഴേക്ക് ഇറങ്ങി പോ. ദേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകാനായിട്ട്. ഇതൊരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. താഴേക്ക് ഇറക്കി പോകണം. ഇവിടെ നല്ല തണലാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ ക്യാപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ടാണ് പോകണം. നല്ല തണലായിരുന്നു, നല്ല രസമുണ്ടായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് വിശ്രമിക്കണമെങ്കിൽ അവിടെ ഇരിക്കാം. ഷോപ്സിലൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത്യാവശ്യം നല്ല കത്തിയാണ് എല്ലാത്തിനും. കരിക്കിനൊക്കെ നല്ല റേറ്റാണ്. നമ്മൾ പുറത്ത് തായ്ലൻഡിൽ ഉള്ള ആ വിലേനേലും കൂടുതലായിരുന്നു. അപ്പോൾ സ്ട്രീറ്റ് തന്നെയാണ് എപ്പോഴും നമുക്ക് ചീപ്പായിട്ട് തോന്നിയത്. ഇതൊരു ബീച്ചാണ്, മായാബേ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാം. പക്ഷേ ഇറങ്ങുന്നതിന് ഒരു ലിമിറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐലൻഡിൽ ചെറിയ ചെറിയ ഷാർക്ക് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൂളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷാർക്കൊക്കെ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ഗേറ്റ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ സമ്മതിക്കില്ല, അവർ മാറാൻ പറയുമായിരുന്നു. ഇന്നലത്തെ ഫിഷ് ആയിരുന്നു. ഗ്രിൽ ഐറ്റംസ് ഒക്കെ കൊള്ളാം. വേറെ കാഴ്ചയൊക്കെ നല്ലതായിരുന്നു. ഇനി നമുക്ക് തവളേനെയും മുതലേനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇല്ല, ഞങ്ങളുടെ ടൈം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. ഇനി നമുക്ക് ഒരു ഐലൻഡിലും കൂടി പോകണം. അത് ഇച്ചിരി ദൂരെയുള്ള ഒറ്റ ഐലൻഡാണ്. ഇതിപ്പോൾ 50 ഐലൻഡിൽ തന്നെ പല പല ഐലൻഡ്സ് ആയിരുന്നു. ഇനി നമുക്കുള്ളത് ഒരൊറ്റ ഐലൻഡ്, അത് ഇച്ചിരി ദൂരത്താണ്. അവിടെ നമുക്ക് സൺസെറ്റ് ആൻഡ് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവിടേക്ക് പോകാം. നമുക്ക് അതുകൊണ്ട് ബോട്ടിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി പോകാൻ നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ആയിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഭയങ്കര സൗണ്ടുണ്ടല്ലോ, എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 3:45 അപ്പം നമുക്കിത് അവിടെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇവിടെ നിന്ന് തന്നെ ഇവർ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുത്തോ, കുഴപ്പമില്ല. ഇല്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോട്ടിംഗ് എത്തിയിരിക്കുകയാണ്. ഇതൊരു ബീച്ചാണ്. ബാക്കി ഇത്രയും ദിവസം നമ്മൾ ലൈക്ക് ഇത്രയും ദിവസമല്ല, ഇത്ര നേരം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഐലൻഡ്സ് ആയിരുന്നു. ഇതൊരു പക്ക ബീച്ച് ആണ്. നമുക്ക് ഇവിടെ എന്താ വാട്ടർ ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ബാറുണ്ട്, ഫുഡുണ്ട്, പിന്നെ ഇങ്ങനെ മറ്റേ ഉണങ്ങാനിരിക്കുന്ന കസേരകളുണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഓക്കെ ആയി കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തപ്പോൾ ഓക്കെ. അത് പറയാണ്ടിരിക്കാൻ നമുക്ക് ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ കിട്ടിയ ഡ്രൈവറോട്ട് എല്ലാവരും ഭയങ്കര അടിപൊളി, ഭയങ്കര വൈബുള്ള ആൾക്കാരെ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിന് ചെയ്യാൻ, പിന്നെ അതുപോലെ തമാശയും അങ്ങനെ ആ വൈബിലുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ എൻജോയിങ് ആക്കി. ഇനി നമുക്ക് ബീച്ചിൽ നമ്മളിപ്പം ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് നേരം പോയി വെള്ളത്തിൽ കിടക്കാം, നീന്താം, അങ്ങനെയൊക്കെ. പക്ഷേ നീന്താൻ അറിയില്ല. അച്ഛാ, എങ്ങനെയുണ്ട് തായ്ലാൻഡ്? തായ്ലൻഡ് കളക്കാൻ ഉഗ്രം. എൻജോയ്മെന്റ്. നമ്മളെ കാണുമ്പോഴേക്ക് ഇന്ത്യക്കാരാന്ന് കാണുമ്പോഴേക്ക് ഒരു ഇന്ത്യൻസ് ആണ് മനസ്സിലാവുന്നത്. ഹിന്ദിയിൽ പറയുന്നത് ഇവിടെ ഹിന്ദിക്കാരെ വരുന്നത്. ചലോ ചലോ
month വേണ്ടി വരും നടക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ ഓൾറെഡി സ്കൂബ ഡൈവിങ്ങിന് പോയപ്പോഴും അതുപോലെ തന്നെ വേറെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഐലൻഡിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് നോക്കി വേണം നടക്കാൻ. പിന്നെ നമുക്കിവിടെ ഇപ്പം ഫോൾ അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിച്ച് നിൽക്കണം. അത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ കല്ല് നോക്കിയിട്ട് ഇവിടെ നമ്മളുടെ ഇവിടെ കാണുന്ന പോലത്തെ കല്ലല്ല, ഇച്ചിരി വേറെ ഒരു ടൈപ്പ് കല്ലോ എന്താ സംഭവം അറിയത്തില്ല. ഇവിടെ ഒരാളൊരു കൊടയൊക്കെ വെച്ചിട്ട് ചാരികസിലൊക്കെ കിടക്കുന്നുണ്ട്. 150 എത്രയാണെന്ന് എനിക്കറിയില്ല. എത്രയോ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണങ്ങാൻ കിടക്കാം. ഇവിടെ വെയിലൊന്നും ഇല്ലാത്ത കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരെണ്ണം അച്ഛനോട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റിയിട്ട് അച്ഛൻ്റെ അടുത്ത് വെക്കാന്നുള്ളത്. ഡ്രസ്സൊക്കെ ഊരിക്കളാ ബിക്കിനി ഇട്ട് കിടക്കും. രണ്ട് സാധനങ്ങൾ രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബീച്ചിലേക്ക്. ഇവിടെ മറ്റേ സീവീഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മറ്റേ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു സീവീഡ് ഒരു ജീവി ഉണ്ടല്ലോ, മുള്ളുള്ളത്. അപ്പോൾ അത് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവരെവിടെയോ അതിനെ കണ്ടെന്നും പറഞ്ഞു നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതെങ്ങനെ കാലിൽ പെട്ട് കഴിഞ്ഞാൽ പണിയാണ്, നല്ല പെയിനായിരിക്കും. സൂക്ഷിച്ച് വേണം ഇതിനകത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് കയറി. പിന്നെ അവിടെ നമുക്ക് ചെറിയൊരു സ്നാക്സ് പിന്നെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് എടുക്കാം, ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് എന്താ ഒരു പി പോലത്തെ ഒരു സംഭവം പിന്നെ കുറച്ച് കേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി.